ഹലോ ഗൈസ്, അപ്പോൾ കുറേ നാളെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് തുറപ്പള്ളി പറയുന്ന സ്ഥലത്താണ്. ഏകദേശം നമ്മൾ ഗൂഡല്ലൂർ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് തുറപ്പള്ളി പറയുന്നത്. അതായത് നമ്മുടെ മുതുമല കാട്ടിലേക്ക് പോകുന്നതിൻ്റെ എൻട്രൻസും കാണലൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് മസനഗുഡി വൈൽഡ് ഫോറസ്റ്റ് റിസോർട്ടിലാണ് നിന്ന് താമസം കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ല ഒരു റിവ്യൂ ഉള്ള റിസോർട്ട് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ രാത്രി സമയത്തൊക്കെ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നു പറയുന്നുണ്ട്. റിസോർട്ടിൻ്റെ അടുത്തൊക്കെ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു പറയുന്നുണ്ട്. സോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തുറപ്പള്ളി സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്, ഇതാണ് നമ്മുടെ മുതുമല ടൈഗർ റിസർവിലേക്കുള്ള എൻട്രൻസ്. ഈ വഴി തന്നെയാണ് ബാംഗ്ലൂരിലേക്ക് പോവുക. ഒരുപാട് പേർക്ക് അറിയുന്ന റൂട്ട് തന്നെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ബന്ദിപ്പൂർ കർണാടകയുടെ വരും. അപ്പോൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്കാവും. സോ ഇത് രാത്രി ഏകദേശം 9 മണിക്ക് ക്ലോസ്ഡ് ആവും. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെ റൂം എടുത്ത് നിൽക്കുകയായിരുന്നു. എൻട്രൻസ് കാരണം കണ്ടില്ലേ. അപ്പോൾ ഇവിടെ രാത്രി 9 മണി സമയത്തൊക്കെ ഇവിടെ ഇത് ക്ലോസ് ആവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്യായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇന്ന് മസനഗുഡിക്ക് പോകേണ്ടത്. അപ്പോൾ സോ നമ്മൾ ഈ വഴിയാണ് പോകേണ്ടത്. നമുക്ക് ആ വഴിക്കും ഊട്ടിക്കും പോകുന്നറിയാലോ. മസനഗുഡി വഴി ഊട്ടി എന്നുള്ള ടാഗ് ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ രാത്രി ഇവിടെ സ്റ്റേ ചെയ്തു. എന്നിട്ട് ഇന്നാണ് നമ്മുടെ റിസോർട്ടും കാലൊക്കെ പോകുന്നത്. ഇവിടെ സത്യം പറഞ്ഞാൽ രാത്രി കാലങ്ങൾ ഇന്ന് പുലർച്ചെ 5 മണിക്ക് ആന ഒന്നൊക്കെ നമ്മൾ ചായ കുടിക്കാൻ പോയപ്പോൾ പറഞ്ഞിരുന്നു. ആന കാലങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ഒരു പുലിയുടെ ശല്യങ്ങൾ ഇവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഒരു റിസ്ക് ആയ ഒരു ഏരിയയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കുന്നത്. കാരണം എല്ലാ സ്ഥലത്തും ഫെൻസും കാണലും എല്ലാമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇലക്ട്രിക് ഫെൻസ് കാണലൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ. കാരണം ഓരോ സ്ഥലത്തും ഫെൻസിങ് കാണലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ആനയ്ക്കൊരു വിഷയമുള്ള കാര്യമില്ല കേട്ടോ. ഇതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് വരുന്ന പറയാറുള്ളത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഈ ബോർഡർ തന്നെയാണ്. അപ്പോൾ ഏകദേശം രാത്രിയൊക്കെ 20-21 ടെമ്പറേച്ചറും ക്ലൈമറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല കാറ്റുള്ള ഏരിയയാണ്. ആ കാണുന്ന ആ ഭാഗത്ത് അപ്പുറത്തേക്കാണ് ഊട്ടി കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്നില്ലേ, ഈ കാണുന്നതാണ് അതാണ് തുറപ്പള്ളിയിൽ ഇവിടുത്തെ ടൗൺ ഉള്ളത്. കുറേ മലയാളീസിൻ്റെ ഹോട്ടലും കാണലൊക്കെ ഇവിടെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളും ഒരു മലയാളീസിൻ്റെ റൂമിൽ തന്നെയാണ് സ്റ്റേ അടിച്ചതൊക്കെ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് കാണലൊക്കെ ഉണ്ട്. കാരണം പിന്നെ രാത്രി കാണലൊക്കെ ആകുമ്പോൾ നമുക്കിത് കൂടെ ഞാൻ പറഞ്ഞ 9 മണിക്ക് ശേഷം വണ്ടികളൊന്നും പാസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ KSRTC ബസ് കാണലൊക്കെ പോകാറുണ്ട്. തമിഴ്നാടിനും കർണാടകയുടെയും കേരളയുടെ ഒക്കെ ഗവൺമെൻറ് ബസ്സുകൾ ഇവിടെ പോകാറുണ്ട്. പിന്നെ രാത്രി കാണാനുള്ള കണ്ടില്ലേ, ലോറി കൂടെ സൈഡാക്കിയിടും. ചിലപ്പോൾ സമയത്തൊക്കെ ആനകൾ വന്നിട്ടൊക്കെ ഈ ലോറിയിൽ നിന്ന് അരിയും കാണലൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഇന്നലെ ചേട്ടൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇങ്ങനത്തെ വിശേഷങ്ങൾ. എൻട്രൻസ് കാണലൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ രാത്രി 9 മണി സമയത്തൊക്കെ ഇവിടെ ഇത് ക്ലോസ് ആവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്യായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇന്ന് മസനഗുഡിക്ക് പോകേണ്ടത്. അപ്പോൾ സോ നമ്മൾ ഈ വഴിയാണ് പോകേണ്ടത്. നമുക്ക് ആ വഴിക്കും ഊട്ടിക്കും പോകുന്നറിയാലോ. മസനഗുഡി വഴി ഊട്ടി എന്നുള്ള ടാഗ് ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ രാത്രി ഇവിടെ സ്റ്റേ ചെയ്തു. എന്നിട്ട് ഇന്നാണ് നമ്മുടെ റിസോർട്ടും കാലൊക്കെ പോകുന്നത്. ഇവിടെ സത്യം പറഞ്ഞാൽ രാത്രി കാലങ്ങൾ ഇന്ന് പുലർച്ചെ 5 മണിക്ക് ആന ഒന്നൊക്കെ നമ്മൾ ചായ കുടിക്കാൻ പോയപ്പോൾ പറഞ്ഞിരുന്നു. ആന കാണലൊക്കെ വരാറുണ്ട്. പിന്നെ ഒരു പുലിയുടെ ശല്യങ്ങൾ ഇവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഒരു റിസ്ക് ആയ ഒരു ഏരിയയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കുന്നത്. കാരണം എല്ലാ സ്ഥലത്തും ഫെൻസും കാണലും എല്ലാമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത്. ഒരു ചെറിയ വീഡിയോ ചെയ്താണ്. ജസ്റ്റ് നമ്മൾ ഈ തുറപ്പള്ളി പറഞ്ഞ സ്ഥലത്ത് ഒന്ന് സ്റ്റേ അടിച്ചിരുന്നു. ഇവിടെ താമസിക്കാൻ ആണ് ബേസിക്കലി നോർമൽ റൂംസ് കാരണമൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ റൂം എടുത്തത്. കാരണം ഇവിടെ ബോർഡർ എന്തായാലും കടത്തി വിടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 10-15 കിലോമീറ്റർ ഉണ്ടാവും ഇരിക്കണം മസനഗുഡിക്ക്. അപ്പോൾ മസനഗുഡി വഴി ഊട്ടി പോകുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വെഹിക്കിൾസ് കടത്തി വിടും. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കടത്തി വിടില്ല എന്നാണ് നമ്മൾ അറിവുണ്ടായിരുന്നത്. നമ്മൾ പണ്ട് പോകുമ്പോൾ അങ്ങനെയായിരുന്നു. ഇപ്പോൾ മാറി അറിയില്ല. കാരണം TN-43 വെഹിക്കിൾസ് മാത്രമാണ്, അതായത് ഊട്ടി റെയിൽവേ സ്റ്റേഷനിലെ വെഹിക്കിൾസ് മാത്രമാണ് അലോ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും മസനഗുഡി എത്തി. നമ്മളെ റിസോർട്ടിൻ്റെ വ്യൂവും കാര്യങ്ങളും അവിടുത്തെ
സ്റ്റേക്കേഷനും മീൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ബൈ.